ബിസിനസ് ചെയ്തിട്ട് എനിക്ക് കുറച്ചു ഞാൻ ബുട്ടിക്ക് ഓപ്പൺ ചെയ്ത കൊറോണയുടെ മുന്നേ. അതോ ആഫ്റ്റർ കൊറോണ ഇറ്റ് വാസ് ലൈക്ക് വെരി ഡിഫിക്കൽട്ട് ഫോർ മീ ടു ലൈക്ക് ക്ലോസ് ആയി. എൻ്റെ പ്രഷർ ലോ ആയി, ഞാൻ വിരിഞ്ഞു. അയ്യോ, ഫെയിന്റ് ചെയ്ത് വീണു. ഫെയിന്റ് ചെയ്ത് വിരിഞ്ഞ്. വീട്ടിൽ ആരുമില്ല, ഒറ്റയ്ക്കായിരുന്നു. ഒറ്റയ്ക്ക് താമസിക്കണില്ല. വിരിഞ്ഞ് എനിക്ക് ബോധമേ ഇല്ല. ഒരു കാരണം ഇല്ലെങ്കിൽ പോലും നമ്മളടുത്ത് വളരെ നൈസായിട്ട് എന്നിട്ട് പറഞ്ഞത്. കുറെ ഉണ്ട് ഡബിൾ ഫേസ്. പിന്നെ അതൊക്കെ ഞാൻ അതിന്റെ ആക്ടിങ് എനിക്ക് നന്നായിട്ട് അറിയാം. ആണ് എങ്ങനെയാണ് ഉണ്ടാവുക? ഹലോ ഹായ് ഹൗ യു പറയുന്നത് പിന്നെ അല്ലേ. നിന്റെ കല്യാണം ഡേറ്റ് ആയി മേക്കപ്പ് ഞാൻ ചെയ്യാം. ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞാ? ഇപ്പൊ എല്ലാം കഴിഞ്ഞു. എനിക്കറിയാതെ നിന്റെ ചുറ്റിനും ആളുണ്ടെന്നോ. ഒരു ദിവസം മഞ്ജു ചേച്ചി ഇത് ഹെലികോപ്റ്റർ വെയിറ്റിംഗ് തൃശ്ശൂരിലെ 7:30 ആയിട്ട് റീച്ച് മഞ്ജു ചേച്ചീസ് ഹൗസ്. അമ്മ അയച്ചിട്ട് എനിക്ക് മറക്കില്ല. വന്നിട്ട് താഴെ സോഫയിൽ ഞാൻ കുറച്ച് ഉറങ്ങത്തെ മന്ത്ര വന്നത്തിൽ നമുക്ക് ഇറങ്ങാം. ഉറങ്ങിപ്പോയി. മന്ത്ര വന്ന് ഞാൻ ഡോർ ഓപ്പൺ ചെയ്ത് കൊടുത്ത് മന്ത്ര വന്നിട്ട് മന്ത്ര ഫ്ലോറിൽ ഉറങ്ങി. അടിപൊളി. ഒരു ദിവസം എത്ര വർക്കൊക്കെ, എത്ര ഡിഫറെന്റ് വർക്ക് ചെയ്തിട്ടുണ്ട്? റെക്കോർഡ് എന്താ? 8 വെഡിങ് എ ഡേ. ഈ വെഡിങ് ഒക്കെ എന്ന് പറയുന്നത് എല്ലാം രാവിലെ തന്നെ ആയിരിക്കുമല്ലോ. 8 ബ്രൈഡ്സിന്. അമ്മ ദാറ്റ് ഓൾസോ നോട്ട് ഇൻ വൺ പ്ലേസ്. സോ എനിക്ക് ഇവിടെയത്തെ ക്ലയൻറ്റ് എനിക്ക് ഭയങ്കര കുറവാണ്. കാരണം എനിക്കറിയില്ല, ആൾക്കാർ വിചാരിക്കുന്നത് ഞാൻ ഭയങ്കര ചാർജാണ്. അല്ലേ? അത്ര ഒന്നുമില്ല. പകുതി പണം കൊണ്ട് വീട് നിർമ്മിക്കാം. ബാക്കി പകുതി പണം 50 മാസ തവണകളായി തിരിച്ചടച്ചാൽ മതി. അതും പലിശയില്ലാതെ. കൂടാതെ മാസത്തവണകളുടെ 20% സബ്സിഡി. വെയ്റ്റ് ഹോംസ് ഫോർ പ്രൈവറ്റ് ലിമിറ്റഡ്. കണ്ണൂർ മുതൽ എറണാകുളം വരെ ഹോംസ് ഫോറിന്റെ സേവനം ലഭ്യമാണ്. വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫ്രീ ആയി വീടിന്റെ പ്ലാൻ. കൂടുതൽ വിവരങ്ങൾക്ക് വെയ്റ്റ് ഹോംസ് ഫോർ പ്രൈവറ്റ് ലിമിറ്റഡുമായി ബന്ധപ്പെടുക. എനിക്ക് തോന്നുന്നു നമ്മൾ ജാനിനെ ഏറ്റവും കൂടുതൽ കാണുന്നത് രഞ്ജിനിയുടെ യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റാഗ്രാമിലൂടെയാണ്. കാരണം എന്ന് വെച്ചാൽ രഞ്ജിനി ഏത് വർക്ക് ചെയ്യുവാണെങ്കിലും ജാനുള്ള വീഡിയോസ് ഒരുപാട് പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര എവിഡൻ്റ് ആണ് നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻസ്. കാരണം ചേച്ചി രഞ്ജിനി ചേച്ചി എൻ്റെ ബൈ ഹാർട്ട് പറഞ്ഞില്ലേ, വി ഡോണ്ട് നോ ലൈക്ക് ഒരു വൺ മദർ ഇത് സിസ്റ്റർ ഇല്ല, പക്ഷെ റിയൽ സിസ്റ്റർ ആണ്. ബിക്കോസ് എനിക്ക് കറക്റ്റ് ചെയ്യുന്ന ആളാണ്. പറയുമല്ലേ? പറയും, ചീത്ത പറയും, നല്ല ചീത്ത പറയും. എനിക്ക് ഈ ഇൻഡസ്ട്രിയിലെ പേടിയുണ്ട് ഓരോ ആള്. അതാണ് ആങ്കേഴ്സിന്റെ പവർ എന്ന് പറയുന്നത്. ഞങ്ങൾക്കൊക്കെ ഏറ്റവും വലിയ റോൾ മോഡൽ തന്നെയാണ് രഞ്ജിനി. എപ്പോഴും രഞ്ജിനി ചേച്ചി കറക്റ്റ് ആയിട്ട് പറഞ്ഞു, ജാനു ദിസ് ഇസ് നോട്ട് ഫെയർ, ഏൻ മത് കരോ വോ മത് കരോ. എപ്പോഴും രഞ്ജിനി പറയുന്ന ഒരു കാര്യം എന്താണ് ജാനോട് ചേഞ്ച് ചെയ്യാനായിട്ട്? ഒരു പറയുന്ന എപ്പോഴും ചേഞ്ച് ചെയ്യാൻ പറയുന്ന ഒരു കാര്യം എന്താ? ഞാൻ ഉറക്കും എൻ്റെ ടൈമില് എത്തില്ല. അതൊക്കെ എനിക്കല്ല, 5 മിനിറ്റ് ഉണ്ടെങ്കിലും എനിക്ക് ലേറ്റ് ആയി പോകും. മിനിമം 5 മിനിറ്റ് ലേറ്റ് ആണല്ലേ? ഒരു ദിവസം മഞ്ജു ചേച്ചി ഇത് ഹെലികോപ്റ്റർ വെയിറ്റിംഗ് തൃശ്ശൂരിലെ 7:30 ആയിട്ട് റീച്ച് മഞ്ജു ചേച്ചീസ് ഹൗസ്. അമ്മ ആ ഇൻസിഡൻറ്റ് എനിക്ക് മറക്കില്ല. ഞാൻ തിരുവനന്തപുരം തിരിച്ച് വന്നിട്ട് കൊച്ചി എത്തി 4 മണിക്ക്. സോ നമുക്ക് തൃശ്ശൂർ ഒരു 1.5 മണിക്ക് ജേർണി. 6 o'clock നമുക്ക് പോവും. കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ട് മഞ്ജു ചേച്ചിയുടെ അസിസ്റ്റൻ്റ് ആ ടൈമിൽ ഇപ്പോൾ അസിസ്റ്റൻ്റെ കൂടെ കുറച്ച് മേക്കപ്പ് ചെയ്തിട്ട് ഒരു മന്ത്ര പറഞ്ഞിട്ട് ഒരു ആള് മനോജ് മന്ത്ര പറഞ്ഞ് വരും. ഞാൻ ആ ടൈമിൽ താമസിക്കുന്ന വില്ല ആണ് നേരം മൂവിയുടെ വില്ല. മൂവി ഷൂട്ട് ചെയ്യുന്ന ആ വില്ല ഇല്ല. വന്നിട്ട് താഴെ സോഫയിൽ ഞാൻ കുറച്ച് ഉറങ്ങിട്ട് മന്ത്ര വന്നത്തിൽ നമുക്ക് ഇറങ്ങാം. ഉറങ്ങിപ്പോയി. മന്ത്ര വന്ന് ഞാൻ ഡോർ ഓപ്പൺ ചെയ്ത് കൊടുത്ത് മന്ത്ര വന്നിട്ട് മന്ത്ര ഫ്ലോറിൽ ഉറങ്ങി. അടിപൊളി. ഉറങ്ങിപ്പോയി. കറക്റ്റ് 7 o'clock മഞ്ജു ചേച്ചി വിളിച്ച്, ജാനു കഹാ പहुंचा? तो सीता I'll be reaching. I don't know how. സാജിദ് സുജിത്തിക്ക് ഞാൻ വിളിച്ചു. സാജിദ് സുജിത്ത് ആ ടൈമിൽ എൻ്റെ കൂടെ വർക്ക്. സജിദ് സുജിത്ത് എൻ്റെ സ്റ്റുഡൻ്റ് ആണ്. സജിദ് സുജിത്ത് എൻ്റെ കൂടെ വർക്ക്. ഞാൻ സജിദ് സുജിത്തിക്ക് വിളിച്ച് സജിദ് സുജിത്ത് കല്ലൂരിൽ എത്തിക്കുണ്ടെങ്കിൽ 7 o'clock ലക്കിലി കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ട് ഡ്രസ് അടിച്ചിട്ട് ആണ് ഉറങ്ങുന്നത്. എല്ലാം കഴിഞ്ഞിട്ട് ഇരിക്കുവാണ്. ഇവിടെ എത്തിയാൽ മതി, പക്ഷെ എന്നാലും 1.5 മണിക്കൂർ വേണ്ടേ? 40 മിനിറ്റിൽ എത്തി. തൃശ്ശൂർ എത്തിച്ച് മഞ്ജു ഒന്നും പറഞ്ഞില്ല. കാരണം ചേച്ചിക്ക് അറിയാം ഞാൻ മേക്കപ്പ് എങ്ങനെ ഉണ്ടെങ്കിലും ഞാൻ ആ കറക്റ്റ് ടൈമിൽ റെഡിയാക്കി തരാം. So that is my like God gifted one thing. If I'm little bit late also, I'll just finish
that point. If somebody is saying I want to be ready in 9 o'clock, so if I'm reaching 8 for what called the 30 also, that person will be ready on the time with the perfect walk. So I'm fast, ആ very കാര്യത്തിൽ fast. കോൺഫിഡന്റ് ആണ്. Confident. I'm very fast in the walking. So എത്തി ഹെലികോപ്റ്റർ വെയിറ്റിംഗ് മഞ്ജിജി പോയി തിരിച്ചു വന്നിട്ട് മഞ്ജിജി ജസ്റ്റ് വൺ ഞാനും slept off. No, I was very tired. I was really tired because I was finishing shooting from Trivandrum and coming home and without sleeping, no, traveling. I മന്ത്ര വന്നിട്ട് മന്ത്ര ഉറങ്ങിപ്പോ ഫ്ലോറിൽ. ഞാൻ എനിക്ക് ഇടി മന്ത്ര മഞ്ജിജി വിളിക്കുന്നത് എവിടെയാണ്. So that was my very bad incident. ഇതുപോലെ വേറെ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടോ? ഓരോരോ പ്രശ്നങ്ങൾ പക്ഷെ വേറെ സേഫ് ആയിട്ട് വന്ന് ലാൻഡ് ചെയ്തിട്ട് കുഴപ്പമില്ലാണ്ട് പോയേ ഉണ്ടോ? കുറെ ഉണ്ടോ? ഉണ്ട്. അതാണ് എനിക്കും രഞ്ജുക്കെ കുറെ സംഭവിച്ചു. ആണോ? എന്തൊക്കെയാണ്? ഒന്ന് ചെറുതൊക്കെ ഒന്ന് പറയാവോ? ഞങ്ങളും കൂടെ ഒന്ന് ചിരിക്കട്ടെ. തിരിച്ചു ബ്രൈഡ് വിളിക്കട്ടെ. ഇനി ആ പേരിൽ അതിന്റെ പേരിൽ 2 ഡോസ് വീണ്ടും കിട്ടാം. രഞ്ജുക്കെ എനിക്ക് കുറെ സംഭവിച്ചു. പക്ഷെ എനിക്ക് ടൈം ചില ഓരോ ദിവസം എനിക്ക് അതോ ഇപ്പോൾ പയ്യെടുക്കുന്ന അടിച്ച് എനിക്ക് ശരിയാക്കാൻ ആഗ്രഹം. എനിക്ക് 8 o'clock ചേട്ടലയിൽ എത്തണം. എനിക്ക് അവിടെ 4 മണിക്ക് ഞാൻ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്ത് 5:30 മണിക്ക് എൻ്റെ മേക്കപ്പ് കഴിഞ്ഞ് കറക്റ്റ് 6 o'clock ഞാൻ ഇറങ്ങി ഗുരുവായൂരിൽ. ഇറങ്ങിയിട്ട് ഞാൻ നമുക്ക് ചവകാട് വഴിയുണ്ടല്ലേ അവിടെ എത്തിയിട്ട് ഞാൻ പറഞ്ഞ നേരെ പോയിക്കോ, കൊടുങ്ങല്ലൂർ എത്തിയിട്ടില്ല എനിക്ക് വിളിക്കുക. കാരണം ഇവിടെ റോഡിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ എനിക്ക് വിളിക്ക് പറയാം, ഞാൻ വേറെ റോഡ് കാണിച്ചു കൊടുക്കാം. ഞാൻ ജസ്റ്റ് കുളിച്ചുറങ്ങാൻ പറഞ്ഞിട്ട് സീറ്റിൽ ഉറങ്ങിപ്പോയി. കറക്റ്റ്ലി എണ്ണിങ്ങിട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒരു സൗണ്ട് കെട്ടി ചേട്ടാ എറണാകുളം വഴി എവിടെയാ? ദാറ്റ് പേഴ്സൺ ഈസ് സെയിങ് എവിടെയാ പോകുന്ന കെലിക്കറ്റ് എത്താറായി. ഓ നേരെ പോയ വണ്ടി ഗുരുവായൂർ പോണ വരെ നേരെ എത്തി. വെഡിങ് മേക്കപ്പിനായിരുന്നോ? 8 o'clock. ഇപ്പൊ എത്ര മണി ഉറങ്ങി എണീച്ചപ്പോ? 8 o'clock. 8 o'clock. അപ്പം വെഡിങ്ങിന് 2 hours he is driving because I was so tired. ഇപ്പൊ ഡ്രൈവറിന് അറിയില്ലായിരുന്നോ ഗുരുവായൂരായിരുന്നു എന്ന്? നോ, ആൾക്ക് ഞാൻ പറഞ്ഞ സെറ്റിൽ എത്തണം. 2 hours നമുക്കുണ്ടോ? ഗുരുവായൂർ ടു എറണാകുളം ഒരു 1.5 hours, 30 minutes ചേട്ടല്ല അല്ലേ? നമുക്ക് അത്ര ഡിസ്റ്റൻസ് ഉള്ളൂ. ഈ ആള് തിരിച്ച ആൾക്ക് എന്താ പ്രാന്ത് എനിക്കല്ല. ഒരു ദിവസം കൂടെ വന്ന് ചേർത്തല വരുന്നതിന് പകരമാണ് ആള് എടപ്പലെത്തി. ഓക്കെ, ഞാൻ തിരിച്ചാ വിചാരിച്ചു ചേർത്തലയിൽ നിന്ന് ഗുരുവായൂർ പോവാണെന്ന്. ഗുരുവായൂരിൽ നിന്ന് ചേർത്തലയ്ക്ക് വരുന്നതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോയി. അടിപൊളി. മുഹൂർത്തം 10 o'clock. എന്നിട്ട് പിന്നെന്ത് ചെയ്തു? ഞാൻ ബ്രൈഡിക്ക് വിളിച്ചിട്ട് ഞാൻ കാര്യം പറഞ്ഞു. വേറെ ആരെങ്കിലും അറേഞ്ച് ചെയ്തു? ബ്രൈഡ് പറഞ്ഞു I know you will do 10 minutes also. Try to reach 10 o'clock. No, you will reach 9:45. ഞാൻ ഡ്രൈവർക്ക് പറഞ്ഞു, ഞാൻ പറഞ്ഞു if it's happening accident, if you are dying, I am dying, I don't care. You have to make me reach from Edapal to Chetala 2 hours. 1 hour 45 minutes. I don't know. I said, cut this side, left, right. He's sweating and running. Benz, luckily. That's why that much pickup and safety. I reached correct 9:50. 10 o'clock Muhuratam. I throw 2 bag. There's a 2-3 girl and bride in the family ഇങ്ങനെ നോക്കിയിരിക്കുന്നു. എനിക്ക് നല്ല അടി കിട്ടും എൻ്റെ സൈഡ്. അമ്മ ബ്രൈഡിക്ക് ചോദിച്ചു ഇന്നെ കല്യാണം നടക്കില്ലെങ്കിൽ ഇവളുടെ കൂടെ പോയി കല പറഞ്ഞത്. ചിരിക്കണോ എല്ലാം കഴിഞ്ഞിട്ട് ബ്രൈഡ് പറഞ്ഞ പോയി കല്യാണം പറഞ്ഞത്. Because everyone said he was very confident അല്ലേ? She's really confident. And then ഞാൻ പറഞ്ഞ പോലെ അടുത്തൊരു ബ്യൂട്ടീഷ്യൻ ആൻറ്റി ഉണ്ടോ? സോ മമ്മി പറഞ്ഞ കുഴപ്പമില്ല, ജാനു ഭാരത്തെ റിസപ്ഷൻ ഉണ്ടല്ലോ, മുഹൂർത്തം പോയി കഴിഞ്ഞിട്ട് ജാനു ഭാരത് റിസപ്ഷനിൽ ജാനു അക്സെപ്റ്റ് ചെയ്തിരിക്കണം. ഈവനിങ് റിസപ്ഷൻ ഉണ്ടോ? ജാനു ചെയ്യും, കുട്ടിക്ക് പറ്റില്ല, ഞാൻ മാത്രം ചെയ്യണം. Then groom calling me. I said I'm reaching. She said you will do in 10 minutes also. I'm confident. 10 minutes photographer was moving the camera. First normally we'll do the side draping last. I did first side draping, hairstyle, jewelry setting, then makeup. Pata correct total 9 minutes. 9 minutes le makeup and or bridal makeup finished in the life.
നമ്മളൊക്കെ സാധാരണ And എടുത്തു she looked so beautiful. That cameraman was telling, ഇന്നാണ് എനിക്ക് മനസ്സിലായി ജാൻമണി ആ പേരെ പറഞ്ഞ സാധനം കറക്റ്റ് മെജിക്കൽ ഹാൻഡ് ആണ്. നിങ്ങൾ തൊട്ടിട്ട് തീരിന് മേക്കപ്പ് തിരിഞ്ഞ്. ബിക്കോസ് ദേ വാസ് ലൈക്ക് വെരി. യൂഷ്വലി ബ്രൈഡൽ മേക്കപ്പ് ചെയ്യാൻ എത്ര എടുക്കും ടൈം? For me, 1.5 hours. 1.5 hour, everything. But that also like talking, laughing. ഉറപ്പല്ലേ ഇങ്ങനെയല്ലേ സംസാരിച്ച് ചെയ്തില്ല 1.5 hours. അല്ലെങ്കിൽ 45 minutes. പെട്ടെന്നാണെങ്കിലും ചെയ്യും. അയ്യോ, അപ്പൊ ഈ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഈ മെന്റൽ പ്രഷറൊക്കെ എങ്ങനെയാ ഡീൽ ചെയ്യുന്നേ? Everyone, Shashank, Avinash, they are saying, we'll never go. You have that guts, no, to going there. I said, because she's trusting me. Then after that evening reception, groomde Aniyati പറഞ്ഞ് എൻ്റെ കല്യാണത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേച്ചി മാത്രം മേക്കപ്പ് ചെയ്യും. കാരണം 10 മിനിറ്റിൽ ചേച്ചി എത്ര സുന്ദരി ആക്കണമെന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് ഹാഫ് ആൻ അവർ കിട്ടിയിട്ടില്ല എത്ര സുന്ദരി ആക്കും. And I did their wedding, 3 wedding done. Their family. Full family. Because they understood I'm genuine. Because if I'm not going, if I'm like leaving someone, so അങ്ങനെ ഉണ്ടെങ്കിൽ ആൾക്കാർ വിചാരിക്കും ചീറ്റിംഗ് ചെയ്ത്. പക്ഷെ ആ ടൈമിൽ ഞാൻ എത്തിയിട്ട് ഞാൻ ഇടങ്ങുന്ന ടൈമിൽ ഞാൻ വിളിച്ച് കുട്ടിക്ക്. പിന്നെ ഒരു ബ്രൈഡിനെ എങ്ങനെയായി ഞാൻ ഈ മെന്റൽ പ്രഷർ എങ്ങനെ ചെയ്തിട്ട് എൻ്റെ ഫ്ലാറ്റിൻ്റെ മേലിലേക്കാണ് ബ്രൈഡ് ഹൗസ് മേലെ 8th floor. ഐ വാസ് ഇൻ 3rd floor. ദിദി സമുദ്ര ദർശൻ. 5 മണിക്കൂർ ബ്രൈഡിനെ കൂടെ ഞാൻ സംസാരിച്ച് ഞാൻ അപ്പം മുല ഇറങ്ങാൻ ടൈമിൽ വിളിക്ക് പറഞ്ഞിട്ട് ഈ ഝാഡു ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ പ്രഷർ ലോ ആയി ഞാൻ വിരിഞ്ഞ്. അയ്യോ, ഫെയിന്റ് ചെയ്ത് വീണു. ഫെയിന്റ് ചെയ്ത് വിരിഞ്ഞ്. വീട്ടിൽ ആരുമില്ല, ഒറ്റയ്ക്ക് താമസിക്കണില്ല. വിരിഞ്ഞ് എനിക്ക് ബോധമേ ഇല്ല. കുട്ടി ഡോർ ഓപ്പൺ ആണ്. കുട്ടി ചിലപ്പോൾ ആ ഡോർ ഓപ്പൺ ആക്കിയിട്ടില്ല എനിക്ക് കാണാൻ പറ്റും. ഡോറിൻ്റെ അടുത്ത് ഞാൻ ഫെയിൻ്റ് ആയിട്ട് വിരിഞ്ഞ് 12 o'clock എന്താ പറഞ്ഞ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞ എല്ലാവർക്കും വിളിച്ച് മുഹൂർത്തം കഴിഞ്ഞ്. ലക്കിലി ശശാങ്ക് പോയിട്ട് മേക്കപ്പ് ചെയ്ത് കൊടുത്ത്. ശശാങ്ക് ജാൻമണി ലേറ്റായി പോവും ഉറപ്പാണ്. The bride says, no, we spoke. She was ready. She said, going time, I put the calling bell. She didn't open the door. My door was open. If she pushed it, she can see me, I'm falling down. Then, 12 till 12 o'clock. അയ്യോ, അങ്ങനെ പ്രശ്നമുണ്ടോ ശരിക്കും? ബാബി വന്നേ. ഫ്രണ്ട് വന്നു. ഇപ്പൊ ആളല്ലേ. നമ്മൾ ഫ്രണ്ട് ഇവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിനെ പറ്റി പറയണം കേട്ടോ. സോ എൻ്റെ ഫ്രണ്ട് അവനൊക്കെ വിളിച്ചല്ലാരും. അവന് ഡോർ തുറക്കില്ല പറഞ്ഞിട്ട് അവനക്ക് അറിയില്ല ഡോർ ഓപ്പൺ ആണ്. 7 floor ടോട്ടൽ. ബിൽഡിങ്ങിന്റെ 3 floor ഉണ്ടായി. ആ ഫ്ലോറിൽ കേറിയിട്ട് മേലെ വന്ന് ബാൽക്കണിയിലേക്ക് കയറി കണ്ട് ഞാൻ അവരുടെ വീടിന് വെള്ളം വന്നിട്ട് മുകളിൽ നോക്കി ഇങ്ങനെ ഇരിക്കുന്ന നോക്കണ്ടേ. ഉറങ്ങിപ്പോയി. എന്താ ചെയ്ത് അപ്പം തന്നെ മനസ്സിലായി, ഓ എനിക്ക് പ്രഷർ ഭയങ്കര ലോ ആയി പോയി. ലോ ആണല്ലേ? ഉണ്ടോ പ്രഷർ? ഇല്ല, ഇപ്പൊ ഒരു ടൈമിൽ സംഭവിച്ചതാ കുറെ വർഷം മുമ്പ്. 2000 ആ ഫ്ലാറ്റ് നമ്മൾ 2018 മുന്നേ. കാരണം ആ ടൈമില് ഭയങ്കര ഒരു നമ്മൾ പിക്കപ്പ് ടൈം ഭയങ്കര ബിസി. ഒരുപാട് വർക്ക് ഓടി നടന്ന് ചെയ്യുന്ന ഫുഡൊന്നും മര്യാദയ്ക്ക് ടൈമിൽ കഴിക്കില്ല. ഒരു ദിവസം എത്ര വർക്കൊക്കെ എത്ര ഡിഫറെന്റ് വർക്ക് ചെയ്തിട്ടുണ്ട്? റെക്കോർഡ് എന്താ? 8 വെഡിങ് എ ഡേ. അപ്പൊ ഈ വെഡിങ് ഒക്കെ എന്ന് പറയുന്നത് എല്ലാം രാവിലെ തന്നെ ആയിരിക്കുമല്ലോ. 8 ബ്രൈഡ്സിന്. അമ്മ. ദാറ്റ് ഓൾസോ നോട്ട് ഇൻ വൺ പ്ലേസ്. പിന്നെ 2 വെഡിങ് എനിക്ക് എന്റെ മിസ്റ്റേക്ക് ആയി. കാരണം 2 ബ്രൈഡിന്റെ പേര് മാറിയ 2 കല്യാണം ഡബിൾ ബുക്കിംഗ് ആയി പോയി. 2 ഓരോ കുട്ടിയുടെ അമ്മ വിളിച്ച് ഞാൻ മാറിയത് അമ്മ പറഞ്ഞ്. ഓരോ കുട്ടി ലണ്ടനിൽ വിളിച്ച് she called herself. So both are living in UK. Okay. Both wedding is Le Méridien on 28 December 2018. Okay. ആ ഡേറ്റ് മറക്കൂലല്ലോ ഒരിക്കലും. എങ്ങനെ മറക്കും? ആ ദിവസം എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ബ്രാൻഡി പറഞ്ഞിട്ട് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്. ബ്രാൻഡി വൊമിറ്റ് ചെയ്ത് ലാസ്റ്റ്. കാരണം നമ്മൾ ഒന്നും കഴിച്ചിട്ടില്ല, ഉറങ്ങിയിട്ടില്ല. 2 o'clock ഗുരുവായൂരിൽ സ്റ്റാർട്ട് ചെയ്ത് 4 o'clock ഗുരുവായൂർ കഴിഞ്ഞിട്ട് ഇരുന്നാലെ കൂടെ അവിടെ സ്റ്റാർട്ട് ചെയ്ത് 6 o'clock നമ്മൾ പഴവൂരിലെ ഒരു മേക്കപ്പ് അതാ കഴിഞ്ഞിട്ട് വന്നിട്ട് എനിക്ക് എറണാകുളമിലെ ഈ 4 കഴിഞ്ഞിട്ട് ഈ 2 അവിടെ ഉണ്ടോ 7 ടോട്ടൽ. സോറി, നോട്ട് 8, 7 വെഡിങ്. 2 ഞാൻ വിസിറ്റ് ഓരോ വെഡിങ്. സോ എത്തിയിട്ട് എനിക്ക് ഒരു ബ്രൈഡ് പറഞ്ഞ് എനിക്ക് 1 o'clock പറഞ്ഞ്, അമ്മ പറഞ്ഞ് 1 o'clock പറഞ്ഞ്, ബ്രൈഡ് പറഞ്ഞ് 11 o'clock. സോ ഞാൻ കൺഫ്യൂസ് ഞാൻ 11 o'clock എത്തി. കാരണം ഐ ഹാവ് ദാറ്റ് അനദർ വൺ നോർത്ത് ഇന്ത്യൻ വെഡിങ് സെറയില്ലേ.
ഏതാ ദിവസം മനസ്സിലായോ, നമ്മളുടെ ഈ ക്രൗൺ പ്ലാസിന്റെ മുന്നേ ബ്രിഡ്ജ് ഒരു പീസ് താഴെ പോയില്ലേ? ബ്രിഡ്ജോ? ആ, ഓവർ ബ്രിഡ്ജ് ഉണ്ടല്ലേ നമുക്ക്, പാലം പണിതോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് പൊളിഞ്ഞു വീണ ദിവസം. മനസ്സിലായി. ആ ദിവസം അതാണ് ഡേറ്റ് കറക്റ്റ്ലി. നമ്മളുടെ കണ്ണ് മേക്കപ്പ് സെറ്റ് ടൈമിലെ കണ്ടത് താഴെ വീണ് പോകുന്നല്ലേ, ഫ്രണ്ടിലാണല്ലോ. ട്രാഫിക് അപ്പട്ടന്നെ ജാമായി തിൽ ചേടായി. ബ്രൈഡ് വിളിക്കുന്നേ, ഞാൻ ഇവിടെ 11 o'clock എത്തിയ ബ്രൈഡൊക്കെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞ് ആൻറ്റി, ബ്രൈഡൊക്കെ വിളിച്ചു, ബ്രൈഡ് ഫോൺ എടുത്തില്ല. പിന്നെ മാരിയുടെ മോം, I called Maria's mom. And auntie said, I called you on 11 o'clock, 1 o'clock. No, you have to come. I said, no, auntie. Maria said, come 11 o'clock. No, Maria didn't speak to you. Bride is something. Might be you have another one booking. There's today another one bride also here. And that bride is paying me 2 lakhs. അയ്യോ, എത്രയാ ചാർജ് അല്ലേ ബ്രൈഡ് ഒരു ദിവസം എത്രയാ ഉണ്ടാക്കിയേ? Season, Unni, Brandy, everyone was with me on that time. What to do? അഡ്വാൻസ് വാങ്ങി, എന്നിട്ട് അവസാനം കണ്ടുപിടിച്ചോ അവിടെ നിന്ന് തന്നെ? അല്ല, 405 and 505 2 floor. അയ്യോ, 2 മേക്കപ്പ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു വന്നു. ഒരു ബ്രൈഡ് ഫ്രണ്ടിലെ ഫോട്ടോഷൂട്ട്, ഒരു ബ്രൈഡ് ബാക്കിലെ ഫോട്ടോഷൂട്ട്. പോവാൻ പറ്റില്ല. എങ്ങനെ സാധിക്കുന്നു? ബ്രാൻഡി അത് നെക്സ്റ്റ് യു ഹാവ് ടു ലിസൺ, യു വിൽ ഫെയിൻറ്റ്. കാറിൽ കയറി ഇങ്ങനെ കയറിയിട്ട് ബ്രാൻഡി ഹെയർ കിറ്റ് ലിമേഡിയൻ്റെ റിസപ്ഷനിൽ വെച്ച് അടുത്ത ചെറായി കൊണ്ടുപോകുന്നതിന് വരെ അടിപൊളി. ചെറായി എത്തി, മേക്കപ്പ് കഴിഞ്ഞ് ഹെയറിൻ്റെ വേണ്ടി നോക്കും, ബാഗില്ല. ബ്രാൻഡിക്ക് ഞാൻ ചോദിച്ചു, ബ്രാൻഡി ഡോണ്ട് ബി നെർവസ്, so she has the curly hair. I said we'll go for that North Indian bride, no dupatta will come. I said see the some mulappu is there in corner, give me that. Angane accident. That's 20 minutes I made her ready. And they understood because it was huge traffic jam. Bride, groom's mother and father is going to bike. Chiri bike. അവരും ഈ ബ്ലോക്കിൽ പെട്ടു അല്ലേ? കല്യാണം കഴിഞ്ഞിട്ട് മൊത്തം ഫാമിലി അവിടെ എത്തി. That was sunset wedding. Sanu പോയി, സെറ്റ് മാത്രം ഉണ്ടായി അവിടെ. സൺസെറ്റ് വെഡിങ്ങിന്റെ സാനില്ല, സെറ്റ് മാത്രം. സോ അങ്ങനെ കുറെ സംഭവിച്ചു. അയ്യോ, ഈ ഒരു എന്താ പറയാ, നമ്മൾ കാണുമ്പോൾ നല്ല ഭയങ്കര ഗ്ലാമറസ് ആയിട്ടുള്ള ലൈഫ്, ഇത്രയും വർക്ക് ചെയ്യുന്നു, ഇത്രയും വലിയ ഹ്യൂജ് എമൗണ്ട് ആണ് കിട്ടുന്നത്. പക്ഷെ ഇതിന്റെ പിന്നിലെ സ്ട്രഗിൾ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി അല്ലേ? Because we have to make bride happy. So luckily God grace, like and what called it, I don't do any promotion. എനിക്ക് ഒരു promotion ഇല്ല. But I'm always getting my and maximum client in Canada. So maximum families are NRI. So Canada, then Ireland I have, then Kuwait and Bahrain. This is my high clients. Then US, UK le kore ചെറിയ വിദേശ രാജ്യങ്ങളിലുള്ള പാവപ്പെട്ട ക്ലയൻസ്. സോ എനിക്ക് ഇവിടെയായിട്ട് ക്ലയൻറ്റ് എനിക്ക് ഭയങ്കര കുറവാണ്. കാരണം എനിക്കറിയില്ല, ആൾക്കാർ വിചാരിക്കുന്നത് ഞാൻ ഭയങ്കര ചാർജാണ്. അല്ലേ? അത്ര ഒന്നുമില്ല, വലിയ ചാർജ് എന്നുള്ളതല്ല. ലൈക്ക് നമ്മുടെ വർക്കിനനുസരിച്ചാണല്ലോ, വർക്ക് ആണല്ലോ കാണുന്നത്. സോ ആ സമയത്ത് അങ്ങനെയാണ്. പിന്നെ ബെസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടില്ല, കുറച്ച് കാശ് ചിലവാക്കി അതിന് ഡിസേർവിംഗ് ആയിട്ടുള്ള ആളെ കൊണ്ടുവരണമെങ്കിൽ ഒരു കാര്യമുള്ളൂ. ബിക്കോസ് ഐ എം ഗിവിംഗ് മൈ 100%. നമുക്ക് ഒരു ഇപ്പോൾ ലൂയി വിറ്റന്റെ ബാഗ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ, ഗുച്ചിയുടെ ബാഗ് വാങ്ങിക്കില്ല, അതിന്റെ ക്വാളിറ്റീസ് അനുസരിച്ചിട്ട് നമുക്ക് റേറ്റ്സ് അല്ലേ. സോ ഞാൻ അത്ര സാധ്യത എനിക്കില്ല ആക്ച്വലി. സോ ഞാൻ ചെയ്യുന്ന ഒരു മിനിമൽ ചാർജിൽ ഞാൻ ചെയ്യുന്നത്. അതിനനുസരിച്ചുള്ള അക്കോർഡിംഗ്ലി ഉള്ള പേയ്മെന്റ് നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ, എന്ത് എവിടെയാണെങ്കിലും. നമ്മൾ പ്രൊഫഷണലി ആണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ജാൻ എന്ന വ്യക്തിയെ കൂടുതൽ ഞങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള കാര്യം നമ്മൾ കുറേയൊക്കെ കണ്ടിട്ടുണ്ട്, കുറേ കേട്ടിട്ടുണ്ട്. ജാൻ ഏറ്റവും സന്തോഷിക്കുന്ന എന്ത് കിട്ടുമ്പോഴാണ്? ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ജാനെ ഹാപ്പി ആക്കണമെങ്കിൽ, എന്നെ ഹാപ്പി ആക്കണുണ്ട്, എന്താ വേണ്ട? ശ്രീദേവിയുടെ പിക്ചേഴ്സ് വീഡിയോസ് കാണിച്ചിട്ടുണ്ടെങ്കിൽ. ശ്രീദേവിയുടെ അത്ര ഫാനാണോ? അയ്യോ, അത് ഏത് പ്രായം തൊട്ടാണ് ഈ ഒരു ഭയങ്കര ഫാൻ ഫോളോയിങ്
ചെരിപ്പ് വെച്ചിട്ടില്ല. എൻ്റെ അമ്മൂമ്മൻ്റെ പേര് മുഖത്തിൽ ആ പേര് കേട്ട് എൻ്റെ അമ്മക്ക് അറിയില്ല ആരാണ് ശ്രീദേവി. പക്ഷെ ആ പേര് കേട്ട് ഞാൻ കുറേ മൂവീസ് കണ്ട്. പിന്നെ ഐ ഡോണ്ട് നോ, എനിക്ക് ഐ റിയലി ലവ് ഹർ ബിക്കോസ് കണ്ടിട്ടുണ്ടോ നേരിട്ട്? no, that കാണാൻ I പറ്റിയില്ലല്ലേ? spoke in the phone. ഓക്കെ, But before we are walking, ആ സമയത്ത് പോയി അല്ലേ? happened. But still, I don't believe that she's not there. Not there. But my makeup, whatever I learned, I've seen her face and learned. എനിക്ക് കുറേ കാര്യങ്ങളും ലാഷസ് ഇങ്ങനെ വെക്കുന്ന, ഐബ്രോസ്, ഐ ഷെഡോ, ലെൻസ്, ആഹാ, and chiffon sari with their open hair, how beautiful. long pinny. So these things are obviously that if I fight with that my friends Avinash, season gifted me one ശ്രീദേവിയുടെ ഒരു പെയിൻറ്റിങ്. ഞാൻ വരെ ഒരു ദിവസം കാണിച്ചു കൊടുത്ത ശ്രീദേവി ഞാൻ എൻ്റെ ഒരു പെയിൻറ്റിങ് ആക്കി കൊടുത്ത്. സോ I'll be like very happy when I see her. Like എത്ര വിഷമം ഉണ്ടെങ്കിലും ഭയങ്കര ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ അത്രയും സന്തോഷമാവും. അത്ര സന്തോഷം. ലൈക്ക് I don't know, some attachment. ഓക്കെ, നമ്മൾ കാണുന്ന ജാൻ ഭയങ്കര ജോളിയാണ്, നന്നായിട്ട് സംസാരിക്കുന്നതാണ്. പക്ഷെ ജാനിന് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ചില ക്യാരക്ടേഴ്സ്, ഇത് മാത്രം എനിക്കിഷ്ടമല്ല എന്ന് പറയുകയാണെങ്കിൽ ലിസ്റ്റ് ഡൗൺ ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമായിരിക്കുമല്ലോ, എന്തായിരിക്കും? ഫസ്റ്റ് തിങ്ക്, ആൾക്കാർ എന്നെ മിസ്അണ്ടർസ്റ്റുഡ് ചെയ്തിട്ടില്ല, എനിക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടാവും. മോഡേൺ ദേഷ്യം എനിക്ക് ഐ ഫീൽ വെരി സാഡ്. പിന്നെ അങ്ങനെ കുറേ സംഭവിച്ച് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് അല്ലേ? ഭയങ്കര. ബിക്കോസ് ആൾക്കാർ വിചാരിക്കുന്നത് ഞാൻ ഡിഫറെൻറ്റ് പേഴ്സൺ ആണ്. പക്ഷെ എൻ്റെ കൂടെ ക്ലോസ് ആണ് ആൾക്കാർക്ക് മനസ്സിലായി ജാൻമണി എന്താണ്. കുറേ ആൾക്കാരുണ്ടോ അങ്ങനെ. എനിക്ക് ഓപ്പണായിട്ട് ഞാൻ പറയില്ല ഇപ്പോൾ, കാരണം ബിസിനസ് ചെയ്തിട്ട് എനിക്ക് കുറച്ചു, ഞാൻ ബുട്ടീക്ക് ഓപ്പൺ ചെയ്ത കൊറോണയുടെ മുന്നേ. അതോ ആഫ്റ്റർ കൊറോണ ഇറ്റ് വാസ് ലൈക്ക് വെരി ഡിഫിക്കൽട്ട് ഫോർ മീ ടു ലൈക്ക് ക്ലോസ് ആയി. എവിടെയായിരുന്നു ബുട്ടീക്ക്? MG റോഡ്. MG റോഡ്. പേര് ജാൻമണി ദാസ് ബ്രൈഡൽ. ജാൻമണി ദാസ്. ശരിയാ, ഓക്കെ. സോ ആഫ്റ്റർ കൊറോണ ഇറ്റ് വാസ് ലൈക്ക് വെരി ഡിഫിക്കൽട്ട്. സോ എനിക്ക് ആൾക്കാർ കള്ളത്തറ പറയുന്നില്ലേ, അറ്റ് ദാറ്റ് ടൈം ഐ ഗോട്ട് ലൈക്ക് വെരി അപ്സെറ്റ്. ആൻഡ് ആൾക്കാർ കള്ളത്തറ പറയുന്നില്ല, എനിക്ക് ദേഷ്യം വരും. കള്ളം പറയുന്ന ഒട്ടും ഇഷ്ടമല്ല. എന്തായാലും ഓപ്പൺ ആയിട്ട് മുഖത്ത് നോക്കി പറഞ്ഞാൽ കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ആയിട്ട് വന്നാൽ നല്ലതാ അല്ലേ? ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ല. വൈ യു പീപ്പിൾ ഹാവ് ടു ബിച്ച് ഇൻ ദ ബാക്ക്? എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമുള്ളൂ. ആണല്ലേ? അങ്ങനെ വന്നാൽ ഞാൻ ഫൈറ്റ് ചെയ്യും, ഇഷ്ടം തിരിച്ച് പറയും. പറയാൻ മനസ്സിലായി, അത് വേറെ രീതിയിലേക്ക്, വേറെ ലെവലിൽ. പിന്നെ ഈ എന്താ പറയുന്നത്, ഡബിൾ ഫേസ് ആൾക്കാർ എനിക്ക് ഇഷ്ടമില്ല. പക്ഷെ നമ്മുടെ ഒരു സൊസൈറ്റിയിൽ അങ്ങനെയുള്ള ആൾക്കാർ ഒരുപാട് പേരില്ലേ, പ്രത്യേകിച്ച് ഓപ്പൺ ആയിട്ട് ഒരു കാരണം ഇല്ലെങ്കിൽ പോലും നമ്മളടുത്ത് വളരെ നൈസായിട്ട് എന്നിട്ട് പറഞ്ഞത്. കുറേ ഉണ്ട് ഡബിൾ ഫേസ്. ഓക്കെ, പിന്നെ അതൊക്കെ ഞാൻ അതിന്റെ ആക്ടിങ് എനിക്ക് നന്നായിട്ട് അറിയാം. ആണ് എങ്ങനെയാണ് ഉണ്ടാവുക? നമ്മളെക്തും ചിരിച്ചിട്ട് ഹലോ ഇങ്ങനെ പറഞ്ഞിട്ട്, പിന്നെ ഐ റോൾ ഒന്നും കൂടെ ഒന്ന് കണ്ടോട്ടെ. പോയി കഴിഞ്ഞിട്ട് ആലും പോയി കഴിഞ്ഞിട്ട് ഹലോ ഹായ് ഹൗ യു പറഞ്ഞിട്ട്, പിന്നെ അല്ലേ ഈ എക്സ്പ്രഷൻ ഞാൻ ഒരു സ്ഥലത്തിൽ ഞാൻ ചെയ്തോ കൊള്ളാം. ഓക്കെ, ഇനി നാദിയ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്? നാദിയ മെഹറിൻ, നാദിറ. നദിരത്തെ കൂടെ, നദിരയ്ക്ക് ഞാൻ പേഴ്സണലി ഞാൻ കണ്ടിട്ടില്ല, പേഴ്സണലി നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ഐ ഹാവ് വെരി ഗുഡ് റെസ്പെക്ട്, നല്ല കുട്ടിയാണ്. അപ്പോൾ ഒരു ടാസ്ക് തരാൻ പോവാണ് കേട്ടോ. നിങ്ങൾ തമ്മിൽ വളരെ നല്ല റിലേഷൻഷിപ്പ് ആണെന്ന് എനിക്കറിയാം. അതൊന്ന് ഞാൻ തകർക്കാൻ പറ്റുമെന്നൊന്ന് നോക്കട്ടെ. ഒരു പ്രാങ്ക് ആണ്. നമുക്ക് രഞ്ജു ചേച്ചീനെ ഒന്ന് ചെറുതായിട്ടൊന്ന് പറ്റിച്ചാലോ? റെഡി അല്ലേ? തെറി കേൾക്കുവാണെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല, സ്വന്തമായിട്ട് കേട്ടോളാം, ഞാൻ ചെവി പൊത്തിയിരിക്കും. അപ്പോൾ എങ്ങനെയാ പറ്റിക്കേണ്ടെന്ന് വെച്ചാൽ, നമുക്ക് ഒരു വെഡ്ഡിങ് വാർത്ത, രഞ്ജു ചേച്ചിയുടെ കല്യാണ വാർത്ത പെട്ടെന്ന് ന്യൂസിലൊക്കെ വൈറലായിട്ടുണ്ട്, ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് വൈറലായിട്ടുണ്ട്. എന്താ സംഭവം എന്നുള്ള രീതിയിൽ ഒന്ന് ചോദിക്കുമോ? എന്താ ഇതെങ്ങനെ കുറേ എനിക്ക് എൻ്റെ ന്യൂസ് ഫീഡിൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കുറേ ആൾക്കാർ വിളിച്ച് എന്താ പറ്റി മോളെ ചോദിക്കട്ടെ. നന്നായിട്ട് അങ്ങോട്ട് പൊലിപ്പിക്കുക. ഹലോ എടി, നിനക്ക് ഞാൻ ഫോൺ വിളിക്കില്ല, ഫോൺ എടുക്കില്ലാത്ത എന്താ? എപ്പോഴും
എനിക്ക് മനസ്സിലായി. ആ ഞാൻ വീട്ടിലുണ്ട്. നിനക്ക് ഞാൻ മറ്റേ ഫോണിലെ വിളിച്ചിട്ട് നീ ആരുടെ കൂടെ ഉണ്ടായി? നീ എപ്പോഴാ പോന്നത്? ആ വിളിച്ചിട്ട് ചോദിച്ചിട്ടില്ലല്ലോ. എപ്പോഴാ പോന്നേ? പറയില്ല ഞാൻ എനിക്ക്. പറയണ്ട. ഓടി. ഞാൻ നിനക്ക് ഒരു കാര്യം കേട്ട് അത് സംഭവം ശരിയാണോ? ആ നിന്റെ കല്യാണം ഡേറ്റായി മേക്കപ്പ് ഞാൻ ചെയ്യാം. കഴിഞ്ഞു. ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞോ? ആ ഇപ്പോ എല്ലാം കഴിഞ്ഞു. നീ എപ്പോ ചെയ്യാനാ? ന്യൂസിലെ കേട്ട് ഫസ്റ്റ് നൈറ്റിനെ കുറിച്ച് പിക്ചേഴ്സ് ഫോട്ടോക്കെ വന്ന് വൈറലായി. അത് നിന്റെ കയ്യിലുണ്ടല്ലോ. നീ മോളെ എവിടെയാ നീ? ആ വേണ്ടി ഞാന് വർക്കിന് പോകുന്നു. ജസ്റ്റ് ഒരു 1 second ബേബി. ആ 1 second. എനിക്കറിയാതെ നിന്റെ ചുറ്റിനും ആളുണ്ടെന്ന്. എല്ലാം മമതൊക്കെ പറഞ്ഞിട്ട് ഞാൻ ബാബുനൊക്കെ പറഞ്ഞു കൊടുത്ത്. ആരോട്? ഞാൻ ബാബുനൊക്കെ നിന്റെ ആ പിക്ചേഴ്സ് അയച്ചു കൊടുത്തിട്ടുണ്ടോ? ആ ബാബുനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ബാബുനിക്കെല്ലാം അറിയാടി. നീ വീട്ടിലെ ഇപ്പൊ ഉണ്ടാവും? ഞാന് വീട്ടില് നൈറ്റ് ഉണ്ടാവും ബേബി. ആ നോക്കാം ഈവനിങ്. ആ എവിടെയാ നിന്നെ അറിയുന്ന ഒരാളുണ്ടോ? ഞാൻ പറഞ്ഞ എൻ്റെ സിസ്റ്ററാണ് പറഞ്ഞിട്ട് എന്താ പറഞ്ഞ ആഴാ താഴാ വെയിറ്റ്. ഹലോ, ഞങ്ങൾ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഒരു ഷൂട്ട് ഇവിടെ നടക്കുകയാണ്. ഇന്റർവ്യൂ ഷാജി പാപ്പൻ മീഡിയ. അപ്പു വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഞാൻ സംസാരിക്കുന്നത് ആങ്കർ സൗമ്യാണ്. പണ്ട് എന്റെ പോർട്ട്ഫോളിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് സൂര്യ ടിവിയിൽ ആങ്കർ. നല്ല ഗുണ്ടു അല്ലേ? എല്ലാം നല്ല സന്തോഷമായിട്ട് പോണു. അപ്പൊ ഞങ്ങളിങ്ങനെ സംസാരിച്ചോണ്ട് നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യമൊക്കെ പറഞ്ഞു. രണ്ടുപേരും സിസ്റ്റേഴ്സിനെ പോലെയാണ്, ഒരേപോലെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞു. സിസ്റ്റേഴ്സ് ആണ്, അത് തന്നെ പറഞ്ഞ അതന്നെയാ പറഞ്ഞ. അല്ല, കാഴ്ചയിലും ഒരേപോലെയാണെന്നുള്ളതാ. പക്ഷെ ഞാൻ കുറച്ച് നല്ലതാ, ഇവളെ കുറച്ച് ചീത്ത. പണ്ടൊക്കെ ആൾക്കാർ എവിടെയും ചെല്ലുമ്പോ എന്നോട് ചോദിക്കും ജാനു രഞ്ജു വന്നില്ലെന്ന് ചോദിക്കും. അവളോട് ചോദിക്കും ജാനു വന്നില്ലെന്ന്. ഇപ്പോ അതെ, കറക്റ്റ്. ആ ഒരു നിങ്ങളെ രണ്ടുപേരെയും ഒരു ഛായ, ഒരു അതേപോലെ തന്നെ സ്നേഹവും. മലയാളികൾക്ക് ഒരേപോലെ സ്നേഹമാണ് നിങ്ങൾ രണ്ടുപേരെയും. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ശരി ചേച്ചി. എന്നാല് പുള്ളിക്കാരത്തേക്ക് മനസ്സിലായില്ലേ പ്രാങ്ക് അന്ന് ചീറ്റിപ്പോയ പ്രാങ്ക്? അതെനിക്ക് മനസ്സിലാവാത്തോണ്ട് കുഴപ്പമില്ല, പിന്നെ മനസ്സിലായി. എല്ലാം വിളിച്ചിട്ട് ഞാൻ ഇവിടെ തേടി വിളിക്കും. അത് മമതൊക്കെ കേട്ടിപ്പിക്കും. ഒരിടത്ത് മമത മേഡം വെരി നൈസ് എല്ലാം പഠിച്ച് അങ്ങനെയാണ്. പക്ഷെ നല്ല റിലേഷൻ ഉണ്ടോ? അതിനാണ് നമ്മൾ പഴയ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ കൂടെ നമുക്ക് ഒരു ഇതില്ല, ഇഗോ ഇല്ല. ഇപ്പൊ എന്താ പറയുക, പുതിയ മേക്കപ്പ് ആർട്ടിസ്റ്റ് കുറെ ഇപ്പൊ സീസൺ എൻ്റെ സ്റ്റുഡൻ്റ് ആണ്. ബിക്കാസ് എൻ്റെ ഇൻസ്പിറേഷൻ ബിക്കാസ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയി. ബിക്കാസിന്റെ കൂടെ എൻ്റെ നല്ല ബോണ്ടിങ് ഉണ്ട്. സീസണിന്റെ കൂടെ സീസൺ ഹി ഈസ് മൈ സൺ. സുശാങ്ക് ഈസ് ലൈക്ക് മൈ ഡോട്ടർ. അവിനാഷ് ഉണ്ടോ, അങ്ങനെ രഞ്ജു. സോ നമുക്ക് ഈ ഉണ്ണി, ഈ നമ്മളുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ടീമിൽ നമുക്ക് ഒരു നല്ല റിലേഷൻ ആ ബന്ധങ്ങളുണ്ട്. ഈവൻ അനീസും ജിജീസ് ഈസ് വെരി ക്ലോസ് ടു മീ. സോ നമുക്ക് അങ്ങനെ ഒരു ഇതല്ല, എന്താ പറയുന്നത്, ആ ഈഗോസ്റ്റിക് ആരോ ഒന്നും അങ്ങനെ ഇല്ല. നല്ല ആ റിലേഷൻഷിപ്പ് എല്ലാ കാലവും നന്നായിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ.